കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വർക്കലയിൽ നിന്ന്. അവിടെ ചില കണ്ടെയ്നറുകൾ വർക്കല തീരത്ത് അടിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവ, മാന്ത്ര ഭാഗത്തും അഞ്ചുതെങ്ങ്, ആയൂർ ഭാഗങ്ങളിലുമാണ് കണ്ടെയ്നറുകൾ എത്തിയത്. കമലേഷ്, എത്ര കണ്ടെയ്നറുകളാണ് ഈ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്താണിപ്പോൾ കാണാൻ കഴിയുന്നത്? മനു, ഞാനിപ്പോഴുള്ളത് അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ്. അഞ്ചുതെങ്ങിലെ ഒന്നാം പാലം എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ 2 കണ്ടെയ്നറുകളാണ് ഈ തീരത്തടിഞ്ഞിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകൾ ശൂന്യമാണ്, കണ്ടെയ്നറുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുക. അതേസമയം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കടലിൽ ഒഴുകിപ്പോയ നിലയിലാണ്. ബാക്കിയുള്ളവയൊക്കെ ഈ തീരത്ത് ചിതറിയ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം ചില പാക്കറ്റുകൾ, ഒരു വെളുത്ത കവറിനകത്തുള്ള പാക്കറ്റുകളായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ തീരത്തടിഞ്ഞിട്ടുള്ളത്. ഇതിനകത്തുള്ള വസ്തുക്കൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അറബിയിൽ എഴുതിയ നിലയിൽ, ഇതിൽ കാണുന്ന അക്ഷരങ്ങൾ അറബിയിൽ എഴുതിയ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില തരികളായി, വെളുത്ത തരികളായിട്ടാണ് ഈ സാധനങ്ങൾ കാണാൻ പറ്റുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലടക്കം നമ്മൾ അടിച്ച് നോക്കിയ സമയത്ത് ഈ വീടിൻ്റെ ഉൾപ്പെടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയോ മറ്റോ ഉപയോഗിക്കുന്ന എന്തോ വസ്തുവായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് ഈ ദുരന്ത നിവാരണ പ്രവർത്തകരെ അടക്കം, അതോറിറ്റിയെ അടക്കം ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരടക്കം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാവിലെ ഒരു 4 മണി 4:30 കൂടിയാണ് ഈ കണ്ടെയ്നറുകൾ ഇവിടെ എത്തിയതായി ഇവർ പറയുന്നത്, സമീപവാസികൾ പറയുന്നത്. ഇവിടെ സമീപവാസികളിൽ ചിലർ കൂടി ഇവിടെ കൂടിയിട്ടുണ്ട്. അവരോട് കൂടി നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇവിടെ മാത്രമല്ല, ഈ അഞ്ചുതെങ്ങിൽ മാത്രമല്ല, ഈ ഇടവ ഭാഗത്തു കൂടി, അതായത് ഈ വർക്കല ഇടവ ഭാഗത്തു കൂടി ചില കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. അവിടെ 2:30 കൂടിയാണ് ഇവിടുത്തെ ഒരു പള്ളിയുടെ സമീപത്ത് ഈ സാധനം അടിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ അഞ്ചുതെങ്ങിലാണ്. ഇവിടെ രാവിലെ 4 മണിയോട് കൂടിയാണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞത്, ഇവിടെ തീരത്ത് അടുത്തത് എന്നാണ് ഈ സമീപവാസികൾ പറയുന്നത്. ഇവർ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഏതാണ്ട് എത്ര മണിയോട് കൂടിയാണ്, എങ്ങനെയാണ് ഇത് കണ്ടത്? 3:30-4 മണിയാവും. നമ്മൾ അവിടെ കടലിൽ നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ബോട്ടാണെന്ന് വിചാരിച്ചാണ് വന്നത്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടെയ്നറാണെന്ന് മനസ്സിലായത്. അങ്ങനെ അടുത്തുള്ള നമ്മളെ സുഹൃത്തുക്കളെയൊക്കെ അറിയിച്ച് അവർ പോലീസിൽ അറിയിച്ച് പോലീസ് വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമാണോ അതോ മറ്റ് വേറെ എവിടെയെങ്കിലും? ഇല്ല, ഒരു പടർന്ന് പോവുകയാണ് ഇത് അധികം പൊട്ടി ചാക്കുകളും സാധനങ്ങളും എല്ലാം ഇങ്ങനെ തീരത്തടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഇത്, ഉദ്യോഗസ്ഥരാരെങ്കിലും വിവരം അറിയിച്ചത്? അഞ്ചെങ്ങ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസുകാർ അപ്പോൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അവർ സെക്യൂരിറ്റി 2 പേരെ നിർത്തിയിട്ടുമുണ്ട്. ആളുകളൊന്നും ഇതിനകത്ത് ഇറങ്ങുകയോ ഇത് തൊടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അത് പറയാൻ പറ്റത്തില്ല. ഇവിടെ തൊട്ടിട്ടില്ല എങ്കിലും അങ്ങോട്ടുള്ള അവസ്ഥകൾ നമുക്ക് അറിയാൻ വയ്യല്ലോ. കംപ്ലീറ്റ് ചെയ്ത് പടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും ആ നിലയിലാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. രാവിലെ ഒരു 3 മണി 4 മണിയോട് കൂടിയാണ് ഈ കണ്ടെയ്നർ ഇവിടെ അടുത്തത് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വെളുത്ത പാക്കറ്റിലുള്ള തരിതരിയായിട്ടുള്ള ചില വസ്തുക്കളാണ് ഇവിടെ തീരത്തൊക്കെ അടിഞ്ഞിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ആളുകൾ ഇത് എടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ കണ്ടെയ്നറിൻ്റെ ഇളകിയ ഇരുമ്പ് ഭാഗങ്ങളൊക്കെ വലിച്ച് കരക്കടുപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഈ സമീപവാസികൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അധികൃതർ വളരെ കൃത്യമായി തന്നെ ആ നിലയിൽ ഇതിനെ കണ്ടെയ്നറിൻ്റെയോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ ഭാഗമായി തീരത്തടുക്കുന്ന സാധനങ്ങളുടെയോ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇവിടെ ഇവിടെ ഉണ്ട്. അവർ ഇവിടെ ആളുകളോട് മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിരീക്ഷണത്തിനായി അവർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ തീരപ്രദേശങ്ങളിൽ അങ്ങോളം, അതായത് ഞങ്ങളിപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്ന ഈ തീരദേശ റോഡിലൂടെ വരുന്ന സമയത്തെല്ലാം പലയിടങ്ങളിലായി ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ തകർന്ന കണ്ടെയ്നറിൻ്റെ പല ഭാഗങ്ങളും കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായി കാണാം. അതോടൊപ്പം പല വീടുകളുടെയും, ഈ തീരപ്രദേശത്ത് നിൽക്കുന്ന വീടുകളുടെ മുറ്റത്തൊക്കെ തന്നെയും ഈ പറയുന്ന പോലെ ഈ വെളുത്ത നിറത്തിലുള്ള പാക്കറ്റ്, ഈ തരിതരിയായിട്ടുള്ള വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ആളുകൾ രാവിലെ തന്നെ, ഈ നമ്മൾ വരുന്ന സമയത്തൊക്കെ തന്നെയും ഈ തീരപ്രദേശങ്ങളിൽ ആകെ ആളുകൾ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ വടക്ക് തീരത്തൊക്കെ തന്നെയും ഈ സാധനം, അതായത് ഈ കണ്ടെയ്നറുകൾ, അതിൻ്റെ മറ്റ് കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർക്കല ഇടവ ഭാഗത്തും ഇത്തരത്തിൽ കണ്ടെയ്നറുകളുണ്ട്. രാവിലെ 2:30 കൂടിയാണ് ഈ ഇടവ ഭാഗത്ത് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ ഇവിടെ നമുക്ക് 2 കണ്ടെയ്നറുകളാണ് നമുക്ക് ഈ കടലിൽ കാണാൻ കഴിയുന്നത്. ആ നിലയിൽ ഇത്
തീരത്തോട് അടുത്തു എങ്കിലും ശക്തമായ തിരമാലകളുണ്ട്. അതിൽ ഈ കണ്ടെയ്നറുകൾ ആടി ഉലയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിപ്പോഴും വ്യക്തമാക്കാൻ കഴിയില്ല. ഏതായാലും ഒഴിഞ്ഞ കണ്ടെയ്നറാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിന് ശേഷമായിരിക്കും മറ്റ് പരിശോധനകളൊക്കെ നടത്തുക. കണ്ടെയ്നർ മറ്റിടങ്ങളിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ ഇത് കെട്ടിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കൊച്ചിയിലടക്കം മറ്റ് തീരത്തടക്കം കൊല്ലത്തടക്കം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ വളരെ കൃത്യമായ അപകട മുന്നറിയിപ്പ് എല്ലാം തന്നെ, ജാഗ്രതാ മുന്നറിയിപ്പ് എല്ലാം തന്നെ തീരദേശത്തുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിലവിൽ ഇപ്പോൾ ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് ആളുകൾ പോവുകയോ അല്ലെങ്കിൽ അത് സ്പർശിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന സാധനങ്ങൾ എടുക്കാനോ ഒന്നും തന്നെ ആ ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് ഈ അഞ്ചുതെങ്ങിൽ നിന്നും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. മനു. ശരി, ഓക്കെ കമലേഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.